അപ്പോൾ ഇന്ന് ഞാൻ ആദ്യമായിട്ടൊരു ചോക്ലേറ്റ് ബ്രൗണി ട്രൈ ചെയ്തൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ടൊരു റെസിപ്പിയാണ് ഞാൻ കണ്ടു വെച്ചിരിക്കുന്നത്. ബട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ അറിയാം എങ്ങനെയാണിത് വരുന്നതെന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുക്കുന്നത്. ഇത് 200 ഗ്രാം ഉണ്ട്. അതിനുശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി ഇത് കട്ട് ചെയ്യണം. പക്ഷേ ഇത് ഇത്രയും പാടാന്നുള്ളത് ഞാൻ ഇപ്പോൾ ചെയ്തപ്പോഴാണ് അറിഞ്ഞത്. ശരിക്കും വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് നീ ചെയ്യണ കാണാറുണ്ട്. ബട്ട് ഇത് ഭയങ്കര ഹാർഡായിരുന്നു എനിക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ എങ്ങനെയൊക്കെ കുറച്ച് നേരം ഞാൻ ചെയ്തു. അതിന് ശേഷം പിന്നെ ഞാൻ വിചാരിച്ചത് എന്തായാലും മെൽറ്റ് ചെയ്യാനുള്ള സംഭവമല്ലേ, അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പീസസാക്കി ഇട്ടാലും പോരെന്ന് വിചാരിച്ച് ഞാൻ ആ ഒരു പീസസാക്കി അങ്ങനെ ഇട്ടിട്ടുണ്ട് ബാക്കി. അതിന് ശേഷം ഡബിൾ ബോയിൽ ചെയ്യാൻ പറ്റിയൊരു ബൗൾ എടുക്കുക. പിന്നെ നമുക്ക് ബട്ടറാണ് വേണ്ടത്. ബട്ടർ എടുത്തിട്ട് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കണം. ഇത് രണ്ടും കൂടി നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് മെൽറ്റായിട്ട് കിട്ടണം. നമ്മൾ ഡബിൾ ബോയിലിംഗ് സിസ്റ്റം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു 3-4 മിനിറ്റ്സൊക്കെ ഇതുപോലെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാൻ ചെയ്തത്. ആൻഡ് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ല രീതിക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് റെഡി ആയിട്ടുണ്ട് സംഭവം. പിന്നീട് നമ്മൾ വേറൊരു ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് ഷുഗറാണ് ഇടുന്നത്. ആൻഡ് അത് നമ്മൾ പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ്ലി നമ്മൾ ഷുഗർ ഇടാണ്. ആൻഡ് അതിലേക്ക് 3 മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ട റൂം ടെമ്പറേച്ചറിൽ ഉണ്ടായിരുന്നതായിരുന്നു, അതാണ് ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം 2 ഇൻഗ്രീഡിയൻസും കൂടി നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലോണം ഫ്ലഫി ആയിട്ട് ഇങ്ങനെ ഒന്ന് പൊന്തി വരും. അതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി ആവേണ്ടത്. അങ്ങനെ കുറച്ച് നേരം ബീറ്റ് ചെയ്തതിന് ശേഷം നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്, നല്ലോണം പൊന്തിയിട്ടുണ്ട്. സോ ഇത് ഓവർ ബീറ്റ് ചെയ്യാണ്ട് നോക്കണം. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് ബീറ്റിംഗ് നിർത്താണ്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഡാർക്ക് ചോക്ലേറ്റ് ആൻഡ് ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തില്ലേ, അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതെങ്ങനെ ഇത്രയും നല്ല ഡിസൈനിൽ വന്നു എന്ന് എനിക്കറിയാം. നല്ലൊരു ക്രിയേറ്റീവ് ആർട്ട് ഞാൻ കാണുന്നുണ്ട് ഇതിൽ. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്ന രീതിക്ക് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഓവർ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സപ്പ് ആയാൽ മതി. അങ്ങനെ നമ്മൾക്ക് ഈ ഒരു ബാറ്റർ നല്ല കൺസിസ്റ്റൻസിയിൽ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ 1/4 കപ്പ് കൊക്കോ പൗഡറും അതുപോലെ തന്നെ 1/2 കപ്പ് ഫ്ലോറാണ് എടുക്കുന്നത്. ഇത് രണ്ടും കൂടി നമ്മൾ സീവ് ചെയ്തെടുക്കണം. അങ്ങനെ 2 ഇൻഗ്രീഡിയൻസും കൂടി സീവ് ചെയ്ത് നല്ല രീതിക്ക് എടുക്കണം. അതിൻ്റെ കൂടുതൽ നമുക്കൊരു പിഞ്ച് സോൾട്ടും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ എല്ലാം കൂടി നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തെടുത്തപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വന്നിരിക്കുന്നത്. എല്ലാ ഇൻഗ്രീഡിയൻസ് നല്ല രീതിക്ക് മിക്സ് ആയിട്ടുണ്ട്. ആൻഡ് ഈ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ബേക്ക് ചെയ്ത് വരുമ്പോഴെങ്ങനെയാണെന്ന് അറിയില്ല, ബട്ട് ഇതുവരെ ഓക്കെയാണ് എല്ലാതും. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ പാലൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കൺസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടത്. കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് കൺസിസ്റ്റൻസിയാണോ വേണ്ടത് ആ രീതിക്ക് വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ. അങ്ങനെ ബാറ്റർ ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസി പെർഫെക്റ്റ് ടേസ്റ്റിലേക്ക് ആക്കി കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇത് ബേക്ക് ചെയ്യലാണ്. എൻ്റെ ഒരു ബേക്കിംഗ് പേപ്പർ ഉണ്ടായിരുന്നില്ല. അത് ഇത്രയും വലിയൊരു പ്രോബ്ലം ആവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം കേക്കിന് ആകെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ബേക്കിംഗ് പേപ്പർ ഇല്ലാത്തതിൻ്റെ മാത്രമാണ് എനിക്ക് തോന്നിയത്. സോ എപ്പോഴും ബേക്കിംഗ് പേപ്പർ ഉണ്ടാവണം ശ്രദ്ധിക്കുക. അങ്ങനെ ബേക്കിംഗ് ട്രേ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ബാറ്ററിയിലേക്ക് ഒഴിച്ചു കൊടുക്കൽ മാത്രമേ ഉള്ളൂ സംഭവം. അതിന് മുൻപ് നമുക്ക് ഓപ്ഷണലായിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ചോക്ലേറ്റ് ചങ്ക്സ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് മെൽറ്റ് ചെയ്യുമ്പോൾ ബ്രൗണിനകത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ സംഭവം. പിന്നെ നമ്മൾ സ്ലോ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചോക്ലേറ്റ് ചങ്ക്സ് എല്ലായിടത്തേക്കും എത്തണം, അത് മാത്രമേ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. കാരണം ഇത് പെട്ടെന്ന് മെൽറ്റ് ആവും, അതേപോലെ ഡാമേജ് ആവും. അതുകൊണ്ട് പതുക്കെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് ഇത് ബാറ്റർ നമ്മൾ പിന്നെ ബേക്കിംഗ് ട്രേയിലേക്ക് പകർത്താണ്.
നമ്മളിത് കുക്ക് ചെയ്യുന്നത് ഒരു പോട്ടിലാണ്. ആൻഡ് ഇത് ജസ്റ്റ് ബേക്കിംഗ് ട്രേ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇത് നമ്മൾ ഇങ്ങനെ ആവി കയറ്റാൻ വേണ്ടി പോവാണ്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഞാൻ 30 minutes ആണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മളെ ബ്രൗണി ഇങ്ങനെയാണ് റെഡി ആയിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് പീസസ് ആക്കിയിട്ട് ജസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ബേക്കിംഗ് പേപ്പർ യൂസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേക്കിംഗ് പേപ്പർ ഇല്ലാത്ത നല്ലൊരു കുറവ് ഇതിലുണ്ടായിരുന്നു. ശരിക്കും കുറച്ച് പൊടിഞ്ഞ് വരുന്നത് എടുക്കാനൊക്കെ കുറച്ച് പാടായിരുന്നു. അതല്ലാണ്ട് ഇതിൻ്റെ ടെക്സ്ചർ ആണെങ്കിലും ടേസ്റ്റ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. ഞാൻ പ്രതീക്ഷേനേക്കാളും നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് മോയിസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണി അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. സോ യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ് ഔട്ട്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.